ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇൻഡസ് വാലിയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാസ്റ്റ് അയൺ പാത്രങ്ങൾ ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. കൂടെ തന്നെ ഇത് ഡിസ്കൗണ്ടോട് കൂടെ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമാക്കാം എന്നുള്ളതും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു കൊറിയർ വന്ന സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബോക്സൊക്കെ ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടുള്ള സേഫ് ആയിട്ടുള്ള പാക്കിങ്ങോട് കൂടി തന്നെയാണ് നമുക്ക് ഇൻഡസ് വാലിയുടെ എല്ലാ പ്രൊഡക്റ്റും കിട്ടുക. അപ്പോൾ അവരുടെ പാക്കിംഗ് ക്വാളിറ്റി പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. ബോക്സൊക്കെ നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ബബിൾസൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഷീറ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഷീറ്റൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ നമ്മളെ പാത്രങ്ങൾ സെക്യൂർ ആയിട്ട് വേറൊരു രീതിയിലും കൂടെ കവർ ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് പാത്രങ്ങളൊക്കെ കിട്ടുക. ഞാനിവിടെ 4 പാത്രങ്ങളാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിൻ്റെ ഈ യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് രീതിയിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ഇൻഡസ് വാലിയുടെ തന്നെ ഒരു ചെറിയൊരു ലെറ്റർ നോട്ടീസൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യാൻ പാത്രങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഫുള്ളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങളെല്ലാം പ്രീ സീസൺഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം സീസൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം വരുന്നത് നമ്മുടെ തവയാണ്. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല ഡാർക്ക് കളറോട് കൂടെ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു തവ വരുന്നത്. ഇനി അടുത്തത് വരുന്നത് കാസ്റ്റ് ചെയ്യേണ്ട സ്കില്ലറ്റാണ്. ഇത് നമ്മുടെ തവയുടെ അത്ര തന്നെ ഫിനിഷിംഗ് ഇല്ല, എനിക്ക് നല്ല അടിപൊളിയാണ്, നല്ല വെയിറ്റോട് കൂടിയിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇതുപോലുള്ള ഒരു കടായിയാണ്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് ഈ ഒരു കടായിയാണ്. അപ്പോൾ നമ്മുടെ കടായും അതുപോലെ തന്നെ സ്കില്ലറ്റും തവയും കൂടെ വരുന്ന ഒരു കോംബോ ആണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു പാത്രം കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. നമുക്ക് കറിയൊക്കെ വറവിടാനായാലും പപ്പടം പൊരിക്കാനും ഒക്കെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 ഐറ്റംസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏത് തരം പാത്രങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും ആദ്യം നല്ലപോലെ കഴുകിയെടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതേ സെയിം രീതിയിൽ തന്നെ ഏതെങ്കിലും ഒരു ഡിഷ് വാഷർ യൂസ് ചെയ്തിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ റഫായിട്ടുള്ള സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്തിട്ട് ഇതിനെ കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഞാൻ ഒന്ന് ഉരച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പാത്രങ്ങളും സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വിംബാറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ലിക്വിഡൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു രീതിയിലും കഴുകിയെടുക്കാം. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ നമ്മൾ കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പാത്രം മാത്രം മതിയാവും കേട്ടോ നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സെയിം രീതിയിൽ തന്നെ വളരെ കുറഞ്ഞ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിതിൽ കുക്ക് ചെയ്യാനായിട്ട് പറ്റും. 100% ടോക്സിൻ ഫ്രീ ആണ് ഈ ഒരു പാത്രങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ല ഹെൽത്തിയുമാണ്. 100%ഉം നാച്ചുറൽ കുക്ക് വെയർ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാ പാത്രങ്ങളും ഞാൻ സെയിം രീതിയിൽ തന്നെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കടായിയൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട്, കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റോട് കൂടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും വെയിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ ചൂടായി കിട്ടാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടുന്നുണ്ട്. പാത്രങ്ങളെല്ലാം തന്നെ നല്ലപോലെ സോപ്പിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തും പുറം ഭാഗത്തൊക്കെ ഉള്ള വെള്ളം ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്നൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പാത്രങ്ങളും സെയിം രീതിയിൽ തന്നെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വാട്ടർ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മളിതിനെ സൂക്ഷിച്ച് വെക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ചെറിയ രീതിയിലൊക്കെ തുരുമ്പ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫ് ലോങ് ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ ഞാനൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഓയിൽ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രങ്ങളെല്ലാം തന്നെ ഇൻഡക്ഷൻ സേഫാണ്. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൽ മാത്രമല്ല നമുക്ക് ഇൻഡക്ഷനിലും അതേപോലെ തന്നെ അടുപ്പിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള കുക്ക് വെയർ ആണ്. പിന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ തന്നെ ചൂടൊക്കെ എത്തുന്നതുകൊണ്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ സ്റ്റിക്ക് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്ന സെയിം രീതിയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രം നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്കും കൂടെ ഞാൻ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ചൂടോട് കൂടെ തന്നെയാണ് കേട്ടോ കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കഴുകിയെടുത്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് ഡയറക്റ്റ് എണ്ണ ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിൽ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കുമെന്നുള്ള യാതൊരു ടെൻഷനും വേണ്ട, യാതൊരു കുഴപ്പമില്ല. അതിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. റെഡി ടു കുക്ക് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങൾ വരുന്നത്.
അപ്പോൾ എണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും തടവി കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ലൊരു കളറായിട്ട് കാണാൻ കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ എല്ലാ ഭാഗത്തേക്കും എണ്ണയ്ക്കൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെയിം രീതിയിൽ തന്നെ ഞാൻ ബാക്കി പാത്രങ്ങളിലും കൂടെ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രങ്ങളെല്ലാം തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫർ ലഭിക്കാനായിട്ട് സുവി എന്നുള്ള കൂപ്പൺ കോഡും കൂടെ യൂസ് ചെയ്താൽ മതി. കോഡ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ 12% ഡിസ്കൗണ്ടോട് കൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാ പാത്രങ്ങളും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും അതുപോലെ തന്നെ അയൺ കോട്ടിങ്ങോട് കൂടെ വരുന്ന പാത്രങ്ങളും എല്ലാം തന്നെ അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഞാനൊന്ന് കുക്ക് ചെയ്ത് കൂടെ കാണിക്കുന്നുണ്ട്. കോവക്ക വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രങ്ങളിലെല്ലാം തന്നെ നമ്മൾ ചൂടൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ എത്തുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ സവാളയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തതായിട്ട് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണിലധികമായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുളക് പൊടിക്ക് പകരമായിട്ട് പച്ചമുളക് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ ഈ ഒരു സവാളയിൽ നിന്നുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മളിതിൽ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ ഇവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റോളം അടച്ചു വെച്ചതിന് ശേഷം അതിനിടയിലായിട്ടോ ഞാൻ ഒരു 2 പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ കോവയ്ക്കൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അടിയിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിതിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ നല്ലപോലെ കുക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ ഞാൻ അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മെഴുക്ക് പുരട്ടിക്ക് ഞാനിവിടെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പാത്രം കംപ്ലീറ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം സാധാരണ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്ന സെയിം രീതിയിൽ തന്നെ ഏതെങ്കിലും ഒരു ഡിഷ് വാഷർ യൂസ് ചെയ്തിട്ട് കഴുകിയെടുത്ത് നല്ലപോലെ ഒന്ന് ഉണക്കി സൂക്ഷിച്ചു വെക്കാം.